ഇന്ത്യയെ തകർക്കാൻ നോക്കി നോക്കി അവസാനം സ്വന്തം രാജ്യത്തിന്റെ അടിവേരുകൾ ഇളകിപ്പോയ ഒരു രാജ്യത്തിന്റെ കഥയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഓരോ വളർച്ചയും കണ്ട് നെഞ്ചു പൊട്ടി ഇന്ത്യക്കെതിരെ തിരിയാൻ മാത്രം സമയം കണ്ടെത്തി ഒടുവിൽ സ്വന്തം നാട്ടിൽ തന്നെ കിടന്ന് എരിഞ്ഞു തീരുന്ന പാകിസ്ഥാന്റെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മൊത്തത്തിൽ അടിപതറി കളം നിറഞ്ഞ് കളിക്കാൻ നോക്കിയ സകല മേഖലയിലും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആ രാജ്യം. ഞങ്ങളുടെ കൈവശം അണുബോംബുണ്ട്, ഞങ്ങൾ കളിയിലെ പുലികളാണ് എന്നൊക്കെ അഹങ്കരിച്ച് നടന്നിരുന്ന പാക് ഭരണാധികാരികളുടെ ഇന്നത്തെ അവസ്ഥ കണ്ടു. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നേരത്തെ അരിയോ ഗോതമ്പോ വാങ്ങി കൊടുക്കാൻ പോലും വകയില്ലാത്ത, കയ്യിൽ ഒരു തുമ്പ് വിദേശ നാണ്യ ശേഖരവുമില്ലാതെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി ക്യൂ നിൽക്കേണ്ടി വന്ന ഒരു രാജ്യം. ഇന്ത്യയെ തോൽപ്പിക്കാൻ രാവും പകലും പദ്ധതികളിട്ട പാക് ഭരണാധികാരികൾ ഒടുവിൽ സ്വന്തം നാട്ടിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടിരിക്കുകയാണ്. ഇന്ത്യ വിജയക്കൊടി പാറിക്കുമ്പോൾ സ്വന്തം നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ ലിറ്ററിന് 350 രൂപ കൊടുത്തു വാങ്ങി ജനങ്ങൾ തമ്മിൽ തല്ലി നോക്കി നിൽക്കാനേ പാകിസ്ഥാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ നിഴൽ പോലും തൊടാൻ കഴിയാത്തവർ സ്വന്തം നാട്ടിലെ ഒരു ഇന്ധന സമരം പോലും ഒതുക്കാൻ കഴിയാതെ ഇപ്പോൾ നട്ടം തിരിയുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം വരുത്തിവെച്ച ബാധ്യതയും കൊണ്ട് ലോകത്തിന്റെ മധ്യസ്ഥൻ ചമയാൻ നടക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ഇന്ന് അഴിഞ്ഞു വീണിരിക്കുകയാണ്. സ്വന്തം വീട് കത്തുമ്പോൾ അയൽക്കാരന്റെ തീയണയ്ക്കാൻ പോകുന്ന ആ അസൽ കോമാളിത്തരത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഇറങ്ങിത്തിരിച്ച പാകിസ്ഥാൻ ഇന്ന് ഏത് പടുകുഴിയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്? പമ്പുകൾ അടപ്പിച്ചു, ജനങ്ങളെ തെരുവിലിറക്കി, രാജ്യം മൊത്തം പാപ്പരായി നിൽക്കുന്ന ആ അവസ്ഥയുടെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. പശ്ചിമേഷ്യൻ യുദ്ധവും അന്താരാഷ്ട്ര തലത്തിലെ സംഘർഷങ്ങളും പരിഹരിക്കാൻ വലിയ മധ്യസ്ഥരുടെ വേഷം കെട്ടി നടക്കുന്ന പാകിസ്ഥാൻ സ്വന്തം നാട്ടിലെ അരാജകത്വം മറച്ചുവെക്കാൻ പാടുപെടുകയാണിപ്പോൾ. അയൽരാജ്യങ്ങളെ വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ കാണിക്കുന്ന താൽപര്യത്തിന്റെ 10-1 സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ പാക് ഭരണകൂടം കാണിക്കുന്നില്ല. ആഭ്യന്തരമായി കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുമ്പോഴും ആഗോളവേദിയിൽ നയതന്ത്ര മേന്മ നടിക്കാനാണ് പാക് ഭരണാധികാരികളുടെ ഇപ്പോഴത്തെ ശ്രമം. വിദേശ നയതന്ത്രം തകൃതിയായി നടക്കുമ്പോഴും പാകിസ്ഥാനിലെ ആഭ്യന്തര പെട്രോൾ ഡീസൽ വിപണി വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദിനംപ്രതി ഇന്ധനവില പരിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ വിചിത്രമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചും തങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും രാജ്യത്തെ പെട്രോൾ പമ്പ് ഉടമകൾ ശക്തമായ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വിപണിയിലെ അനിശ്ചിതത്വം കാരണം പമ്പുകൾ അടച്ചിടേണ്ട ഗതികേടിലാണ് ബിസിനസ്സുകാർ. ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനോ പമ്പ് ഉടമകളുടെ ആശങ്കകൾ പരിഹരിക്കാനോ തയ്യാറാകാത്ത പാക് സർക്കാർ പെട്രോൾ പമ്പ് അസോസിയേഷൻ ഭാരവാഹികളെ തമ്മിൽ തെറ്റിച്ച് സമരം പൊളിക്കാനാണ് ശ്രമിച്ചത്. പെട്രോളിയം ഡീലർമാരുടെ സംഘടനയ്ക്കുള്ളിൽ വിഭാഗീയതയുണ്ടാക്കി സമരം അട്ടിമറിക്കാൻ ഭരണകൂടം തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിലും അസോസിയേഷനിലെ ഭൂരിഭാഗം നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വന്നതോടെ സർക്കാരിന്റെ നീക്കമെല്ലാം പൊളിഞ്ഞു. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും സമരം ഉപേക്ഷിച്ചെന്നും ഒരു വിഭാഗം നേതാക്കളെ കൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിച്ചെന്നെങ്കിലും ഓൾ പാകിസ്ഥാൻ പെട്രോളിയം പമ്പ് ഓണേഴ്സ് അസോസിയേഷൻ ചെയർമാനും വൈസ് ചെയർമാനും ഇത് പൂർണ്ണമായും തള്ളി. ഭരണകൂടം ഒരാവശ്യവും അംഗീകരിച്ചിട്ടില്ലെന്നും 15,000-ഓളം വരുന്ന പെട്രോൾ പമ്പുകൾ അർദ്ധരാത്രി മുതൽ അടച്ചിടുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡീലർമാരുടെ 8% കമ്മീഷൻ വർധനവ് പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക്കും പെട്രോളിയം സെക്രട്ടറി യാക്കൂബ് ഷെയ്ഖും തള്ളിയതാണ് സ്ഥിതി വഷളാക്കിയത്. ദിവസേന ഇന്ധനവില മാറ്റുന്നത് ഡീലർമാരെയും സാധാരണക്കാരായ ജനങ്ങളെയും കടുത്ത ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. പ്രതിദിനം വില മാറുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം കാരണം പമ്പുകളിലെത്തുന്ന ജനങ്ങളും ജീവനക്കാരും തമ്മിൽ നിത്യേന വഴക്കുകൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ. യാതൊരു വ്യക്തതയുമില്ലാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച ഈ വില പരിഷ്കരണം രാജ്യത്ത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ഇനി അതിനിടെ കടുത്ത വിലക്കയറ്റത്തിൽ വലയുന്ന ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കേണ്ട എന്ന് കരുതിയാണ് സമരം വേണ്ടെന്ന് വെച്ചതാണ് അസോസിയേഷൻ സെക്രട്ടറി വാദിക്കുന്നത്. ദിനംപ്രതിയുള്ള വില പരിഷ്കരണം 2 ആഴ്ചത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണെന്നും വിജയിച്ചില്ലെങ്കിൽ ഒഴിവാക്കാമെന്നും സർക്കാർ ഉറപ്പു നൽകിയതായും ഇപ്പോൾ അവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഭരണകൂടത്തിന്റെ വ്യാജ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകാൻ
മറുവിഭാഗം തയ്യാറല്ല. പെട്രോൾ അടിക്കാൻ തല്ലുകൂടുകയാണ് അവിടെ ഇപ്പോൾ ജനങ്ങൾ. 15,000 പമ്പുകൾ അടച്ചിടാൻ തീരുമാനം. പാകിസ്ഥാൻ ശരിക്കും നാണം കെടുത്തുകയാണ് ഈ ഇന്ധന സമരം. പാകിസ്ഥാനിൽ ദിവസേന ഇന്ധന വില കൂട്ടി സാധാരണക്കാരുടെ കന്നിയിൽ മണ്ണ് വാരിയിടുകയാണ് സർക്കാർ. ജൂൺ 19 ലിറ്ററിന് 299 രൂപയായിരുന്ന പെട്രോൾ വില ഒറ്റയടിക്ക് 327 രൂപയായി കുതിച്ചുയർന്നു. പിന്നീട് 311 രൂപയിൽ നിന്ന് 375 രൂപയിലേക്ക് അതെത്തിച്ചു. ഒറ്റ ദിവസം കൊണ്ട് പെട്രോളിന് ഇത്രയും വില കൂട്ടി. അപ്പോൾ സർക്കാരിന്റെ നടപടി പണപ്പെരുത്താൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് താങ്ങാനാവാത്ത അടിയായി മാറി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഏറെക്കുറെ അടഞ്ഞതോടെ പാകിസ്ഥാനിലേക്കുള്ള ക്രൂഡ് ഓയിൽ, LNG, LPG ഇറക്കുമതി പൂർണ്ണമായും താറുമാറായി. പരമ്പരാഗത സ്രോതസ്സുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കാത്തതിനാൽ അമേരിക്ക, നൈജീരിയ, സിംഗപ്പൂർ തുടങ്ങിയ വിദൂര രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ അടിയന്തരമായി ശ്രമിക്കുകയാണ് ഇവർ. തക്കതായ തയ്യാറെടുപ്പുകൾ നടത്താതെ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ഈ ഗതികേടിന് ഇന്ന് കാരണം. മറ്റു രാജ്യങ്ങളിൽ നിന്നും വൻതുക അധികം നൽകിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ LNG ഇറക്കുമതി ചെയ്യുന്നത്. കയ്യിൽ വിദേശ നാണയ ശേഖരമില്ലാതെ നെട്ടോട്ടമോടുന്ന രാജ്യം ഉയർന്ന വിലയ്ക്ക് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് അവിടെ വരുത്തിവെക്കുന്നത്. ഇത് അന്തിമമായി ചെന്നെത്തുന്നത് ഇന്ധനവില വീണ്ടും കൂട്ടുന്നതിലേക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണമില്ലാതെ ഉയരുന്നതിലേക്കുമാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഇന്ത്യയെ എതിർക്കാനും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കല്ലെറിയാനും അതിർത്തിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും പാകിസ്ഥാൻ എപ്പോഴും കൃത്യസമയത്ത് ആളെയും സമയവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീര് കാണാനോ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തീർക്കാനോ മാത്രം ഇവർക്ക് ഇന്ന് വരെ ഒരു സമയവും ഉണ്ടായിട്ടില്ല. ഇന്ത്യ എല്ലാ മേഖലകളിലും വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ പാകിസ്ഥാൻ നോക്കി നിൽക്കെ സ്വന്തം നാട്ടിലെ പെട്രോൾ പമ്പിൽ 2 തുള്ളി പെട്രോളിന് വേണ്ടി പൗരന്മാർ തമ്മിൽ തല്ലിപ്പിരിയുന്നതാണ് അവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ വികസനം. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് വലിയ പ്രസംഗങ്ങൾ നടത്താനും മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വലിയൊരു ഇത് കാണിക്കാനും അവർ കാണിക്കുന്ന ആവേശത്തിന്റെ 10-1 സ്വന്തം നാട്ടിലെ പാവം ജനങ്ങളുടെ വിശപ്പകറ്റാൻ കാണിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന് ഈ ഗതി വരുമായിരുന്നില്ല. ഇന്ത്യയെ തകർക്കാൻ നോക്കി സ്വന്തം രാജ്യത്തെ ശവപ്പെട്ടിയിലാക്കി അതിനുമേൽ അവസാനത്തെ ആണിയും അടിച്ചു കയറ്റിയ ഭരണാധികാരികളുടെ ഈ കാഴ്ച കാലം നൽകിയ ഏറ്റവും വലിയ കാവ്യനീതി അല്ലാതെ മറ്റെന്താണ്? സ്വന്തം വീടിന് തീ പിടിച്ചിട്ട് അയൽക്കാരന്റെ അടുക്കളയിലെ തീ കെടുക്കാൻ പോയ ഈ കോമാളിത്തരത്തിന്റെ പരിണിത ഫലമാണ് പാകിസ്ഥാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയൊരു പതനം ആ രാജ്യത്തിന് ഇനി കിട്ടാനില്ല. ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാമോ? ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതുകൊണ്ട് മാത്രം പോരാ, ഇവരെ തെരുവ് വിളക്കിൽ കെട്ടിത്തൂക്കണം എന്ന ലെവലിലേക്കാണ് അവിടുത്തെ രോഷം. പെട്രോൾ പമ്പുകൾ അടച്ചു പൂട്ടിയതോടെ തെരുവിലിറങ്ങിയ ജനങ്ങളുടെ രോക്ഷം ഇനിയും അടങ്ങിയിട്ടില്ല. ഇന്ത്യയെ തകർക്കാൻ നടന്ന് ഒടുവിൽ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ തന്നെ പെട്ടുപോയ പാക് ഭരണകൂടത്തിന് ഇനി അധികം ആയുസില്ല എന്ന് വേണം കരുതാൻ. കളം മാറിപ്പിടിച്ചതിന്റെയും സ്വന്തം ജനങ്ങളെ വഞ്ചിച്ചതിന്റെയും പലിശയടക്കം സഹിതം കൊടുക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാജ്യത്ത് എന്തൊക്കെ പൊട്ടി വീഴുന്നുണ്ട് എന്നോർത്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ട് നടക്കുന്ന നമ്മുടെ പാക് പ്രധാനമന്ത്രി അല്ല, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ സ്വന്തം കസേരയ്ക്ക് തീ പിടിച്ചിട്ടും ലോകത്തിന് മുന്നിൽ വലിയ പണ്ഡിതൻ ചമന് നടക്കുന്ന ആ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി. രാജ്യത്ത് പെട്രോൾ വില 327 രൂപയും കടന്ന് കുതിച്ചുയരുമ്പോൾ പമ്പുകളിൽ ജനങ്ങൾ പരസ്പരം തല്ലിപ്പിരിയുകയും 15,000 പമ്പുകൾ അടച്ചുപൂട്ടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയാമോ? ആഗോള വേദികളിൽ പോയി കശ്മീരിനെ കുറിച്ചും മറ്റുള്ളവരുടെ രാജ്യങ്ങളെക്കുറിച്ചും മൈക്ക് കെട്ടി പ്രസംഗിക്കുക. സ്വന്തം നാട്ടിലെ ജനങ്ങൾ 1 ലിറ്റർ പെട്രോളിനും 1 പിടി അരിക്കും വേണ്ടി തെരുവിൽ പരിഭ്രാന്തി പിടിച്ച് അലയുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര നേതാവാണ് പാകിസ്ഥാൻ. കയ്യിലൊരു ചില്ലിക്കാശില്ല, വിദേശ നാണയ ശേഖരം തീർന്നു, രാജ്യം പാപ്പരായി, ജനങ്ങൾ തെരുവിൽ സർക്കാരിനെതിരെ തിരിഞ്ഞു. ഇത്രയൊക്കെ നടന്നിട്ടും ഞങ്ങൾ ഭരണം പൊളിയായി കൊണ്ടു നടക്കുന്നു എന്ന് സ്വയം വിശ്വസിപ്പിച്ച് നടക്കുന്ന ഈ ഒരു മന്ത്രിയുടെയും കൂട്ടരുടെയും കോമാളിത്തം കണ്ടാൽ ആരും ഒന്ന് നോൺ സ്റ്റോപ്പായി ചിരിച്ചു പോകും. ഇന്ത്യയെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ സ്വന്തം രാജ്യത്തെ ശവപ്പറമ്പാക്കി മാറ്റിയ ഈ ഭരണാധികാരികളുടെ ഒടുക്കത്തെ അഭിനയമുണ്ടല്ലോ, അതിന് ഓസ്കാർ അവാർഡ് കൊടുത്താൽ പോരാ. എന്നിട്ടും വിദേശത്ത് നിന്ന് വായ്പ ചോദിച്ച് വീണ്ടും ഭിക്ഷാപത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. രാജ്യത്തെ വ്യവസായ മേഖലയും പെട്രോൾ പമ്പുകളും പൂർണ്ണമായി സ്തംഭിച്ചു കഴിഞ്ഞു. അവിടെ ഡീലർമാർ കമ്മീഷൻ കൂട്ടാതെ ഒരു വണ്ടി വാഹനം പോലും
നിരത്തിലിറക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. ജനങ്ങളാകട്ടെ സർക്കാരിന്റെ കോലം കത്തിച്ച് ഇനി തെരുവിൽ തിരിയുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും പാക് ഭരണാധികാരികളുടെ ആ വലിയ വായയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ. ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് അവരുടെ സ്വന്തം രാജ്യം ഇന്ന് ഓരോ മേഖലയിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.